ഇതൊന്നല്ല. ഇന്നലെ കൊറേ ഉറക്കൊളച്ചു, അതാ. അപ്പൊ ബാക്കി പറയേ വേണം. സൂര്യ സാറ് കള്ളു കുടിച്ചിട്ട് പാതിരാത്രി ഇവിടെ കയറി വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പൊ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും. മോള് കരഞ്ഞിട്ടുണ്ടാവും, ഉറങ്ങാതെ ഇരുന്നിട്ടും ഉണ്ടാവും അല്ലേ? കള്ളു കുടിച്ച തന്നെയാ വിഷയം. എന്തു മനുഷ്യനാത്! ഇത്രയും നല്ലൊരു പെങ്കൊച്ചിനെ ഭാര്യയായിട്ട് കിട്ടിയിട്ട് വേറെ ആരെങ്കിലും ആണെങ്കിൽ മദ്യപിക്കുവോ? ആ പോട്ടെ പോട്ടെ, പറഞ്ഞിട്ടിപ്പോ എന്തൊരു കാര്യം. അല്ല മോളെ, മോളെ ഈ രണ്ടാമത്തെ പെങ്കൊച്ചുണ്ടല്ലോ വേദ, അവളുടെ അസുഖം മാറിയ? ആ മാറി, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അത് ശരിയല്ലല്ലേ? ആ എന്തെങ്കിലും കുഴപ്പമുണ്ടാവണ്ടേ? കുറച്ച് അനുഭവിച്ചാലേ പഠിക്കൂ. അങ്ങനൊന്നും പറയില്ല രാജേട്ടാ. പറയാതെ പിന്നെ? മോക്ക് അസുഖം വന്നപ്പോ ഇവരെല്ലാം തുള്ളിച്ചാടിയ വിവരം മണി എന്നെ വിളിച്ചു പറഞ്ഞു. ദൈവമുണ്ട് മോളെ, ദൈവമുണ്ട്. അതിന് ശിക്ഷ കൊടുത്തതാ. ആ മോള് നോയിക്കോ, അടുത്ത സീസൺ ആവുമ്പോ ഇവിടെ വേറെ ചിലവരും കൂടെ ഇങ്ങനെ കിടക്കും. ഒന്നും ഉണ്ടായിരുന്നേ. രാജേട്ടൻ ഇതൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഓ അല്ല പിന്നെ ഇതില് കുറച്ച് കാച്ചിലും ചേനയൊക്കെ ഉണ്ട് മോളെ. ഇത് നമ്മുടെ പറമ്പിലുണ്ടായതാ മോളെ. ആ അതൊക്കെ എടുത്തു വെച്ചിട്ട് വരന്നാ പറഞ്ഞേ. ഇവിടെ ജോലിയുണ്ട്. ഞാനേ ഇത് കൊണ്ട് വെച്ചിട്ട് വരാം. ആ അച്ഛൻ. ഹലോ അച്ഛാ. മോളെ, മോള് പറഞ്ഞ പോലെ കൈനീട്ടം കൊണ്ടുവരാനുള്ള സാധനങ്ങളൊക്കെ അച്ഛൻ ഒപ്പിച്ചു കേട്ടോ. നിങ്ങൾക്ക് രണ്ടാൾക്കും തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ സൂര്യ സാറിന് അരപ്പവന്റെ ഒരു മോതിരവും. മോതിരോ? ഇപ്പൊ എന്തിനാ അത്? നമ്മൾ മുമ്പ് ശരിയാക്കി വെച്ചിട്ട് സാറിന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഉണ്ടായിരുന്ന പൊന്നും പൊടിയൊക്കെ തട്ടിക്കൂട്ടിയിട്ട് അച്ഛൻ ഒപ്പിച്ചതാ മോളെ. അത് വേണ്ടായിരുന്നു അച്ഛാ. അങ്ങനെ അല്ല മോളെ, നമ്മൾ അവിടെ വന്നൊരു കാര്യം ചെയ്യുമ്പോ നിനക്ക് അവരുടെ മുമ്പിലൊന്നും തലവേർത്തി നിൽക്കാൻ പറ്റണ്ടേ, അതുകൊണ്ട് ചെയ്തതാ. എന്നിട്ട് എപ്പോഴാ വരുന്നേ? ആ വരവിന്റെ കാര്യം പറഞ്ഞപ്പോഴാ. നിന്റെ അടുത്തേക്ക് പോണോന്ന് പറഞ്ഞപ്പോ കാർത്തികയും പിച്ചുവും വലിയ പിടിവാശിയാ, അവർക്കും വരണോന്ന്. അപ്പൊ പിന്നെ മുത്തശ്ശി വെറുതെ ഇരിക്കും? എല്ലാവർക്കും കൂടി ഒന്ന് അത് തന്നിട്ട് പോവാന്നാ പറയുന്നത്. അച്ഛൻ എന്താ ചെയ്യേണ്ട മോളെ? എല്ലാരും വന്നോട്ടെ. അത് മോളെ, എല്ലാരും കൂടി വരൂന്നൊക്കെ പറയുമ്പോഴേ അച്ഛന് നല്ല പേടിയുണ്ട്. അതൊന്നും അച്ഛൻ പേടിക്കണ്ട. മുൻപ് വന്ന പോലെയൊന്നും അല്ല. എല്ലാം സൂര്യ സാർ നോക്കിക്കോളൂ. സൂര്യ സാറിനെ കുറിച്ചിപ്പോ എനിക്ക് നല്ല ധൈര്യ. എനിക്കൊരു വിഷമം വന്നാല് സൂര്യ സാർ എന്തായാലും വെറുതെ ഇരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ഞങ്ങൾ എല്ലാരും കൂടി വരട്ടെ മോളെ? ആ വന്നോ. എന്നാ ശരി മോളെ, അച്ഛൻ അവരോടൊക്കെ ഒന്ന് പറയട്ടെ. ഓക്കെ. ആരാ മോളെ വരുന്നേ? വിഷുവല്ലേ, വീട്ടിൽ നിന്ന് കൈനീട്ടം തരാൻ വരുമെന്ന് പറഞ്ഞതാ. അച്ഛനും അനിയത്തിമാരും മുത്തശ്ശിയും. മോൾ ഈ കാര്യം ആദ്യം സൂര്യ സാറിനോട് പോയി പറയണം, അല്ലെങ്കിലേ സാറ് വേറെ എന്തെങ്കിലും പരിപാടിയായിട്ട് പോകും. പിന്നെ ഇവിടെയുള്ള ദുർഭൂതങ്ങളുടെ മുമ്പിലാണ് മോളുടെ കുടുംബക്കാര് വരികയാണെങ്കിൽ അവറ്റുങ്ങളുടെ ജീവിതം കട്ട പുകയായിരിക്കും. രാജേട്ടാ, ഈ അടുപ്പത്തിരിക്കുന്നു നോയിക്കോണേ, ഞാനിപ്പോ വരാം. ഇതൊക്കെ ഞാൻ നോയിക്കോളാം. ഇത് കൂടി വന്ന അടുപ്പത്തിരുന്ന് കരിയല്ലേ ഉള്ളൂ. വരുന്നവരെല്ലാരും കൂടെ കരഞ്ഞാലേ അത് കൂട്ടക്കരച്ചിലായിക്കോളും. ഓ